പറ പറ ശിവ പറ ആ നീ എവിടെ നിന്ന് വിളിക്കണം ആ ആവശ്യം ആ ഉറക്കണ കിടത്തണ അയ്യാക്ക് പറഞ്ഞ മനസ്സിലാവും ഉറക്കണാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്ത ആയുസും കാർഡ് എടുക്കും ആ കിടത്തണമെങ്കിൽ കൈയും കാലം അനക്കൂല എന്താണ് കൊണ്ട് ആ ഹാഫാ ഫുള്ളാ പറഞ്ഞ മനസ്സിലാകത്ത എന്താണ് ഫുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും കാലൊക്കെ പോവും ആ ഹാഫാണെങ്കിൽ കാല് മാത്രം അതെ അണ്ണന്റെ അടുത്ത് നീ അർഹത്തരൊന്നും പറയരുത്. ഞാൻ അവതരിപ്പിച്ചോളാം. എന്താ മൂടെന്ന് നോക്കട്ടെ. അണ്ണാ എന്താടാ അതെ ഇതാരാണ് നമ്മുടെ ഒരു പയ്യനാണ്. അപ്പൊ അവൻ ഈ അടുത്തൊരു സിനിമയൊക്കെ കണ്ടപ്പോ നമ്മുടെ കൂടെ കൂടണമെന്നൊരു കൊതി. കുറെ പ്രാവശ്യം ഞാൻ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവന് വന്നേ തീരുള്ളൂ. അപ്പൊ ഒന്ന് പെടുത്തണം. കൊടുക്കടാ അത്. ഒരു ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ മോൻ സിനിമ കണ്ടിട്ട് വന്നാണേ ഈ പണിക്ക് ആണാ അണ്ണാ നല്ല ഡീസന്റ് പയ്യനാണ്. അവന് നമ്മുടെ കൂടെ ചേരാനുള്ള യോഗ്യതയുണ്ട്. ഒരെണ്ണ അച്ഛനിട്ട് കൊടുത്തിട്ട് അച്ഛൻ കോമയിലാണ് ഇപ്പോഴും. ഡീസന്റ് ആണ് അവൻ. അതെ ഇപ്പൊ മെമ്പർഷിപ്പ് തരെയാണ് ഇല്ലണ്ണാ. നോക്കട്ടെ ഹലോ ഹലോ ആരാ? നിന്റെ കാലൻ ആരാന്ന് പറയടാ ഊളെ ഫോണിൽ വിളിച്ചിട്ട്. എടാ പ്യാരിജാതാ, ഞാൻ വെടികൊണ്ട മന്മഥനാടാ. എന്താ മന്മേട്ടാ? നിനക്ക് കല്യാണം കഴിക്കാൻ കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേര് തന്നെ വേണമല്ലടാ. എന്താണ്? ആ സത്യശീലന്റെ മകളുടെ പുറകെ നടന്ന ഇനി നിനക്ക് നടക്കാൻ കാലുണ്ടാവൂലേ? അല്ല സത്യശീലന്റെ മോളെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോണല്ലേ. അതിന് മന്മേട്ടൻ എന്താണ്? അതാ ഞാൻ പറഞ്ഞ്, ഇനി ആ പേരും പറഞ്ഞ് നീ ആ വീടിന്റെ പരിസരത്തെങ്ങാനും പോയാ നിന്നെ അടക്കാനുള്ള പെട്ടിയും കൂടി നീ റെഡിയാക്കി വെച്ചോ. അല്ല മന്മേട്ട നമ്മ തമ്മില് നീ ഒരു കോപ്പും പറയണ്ട. നമസ്കാരം നമസ്കാരം. പറഞ്ഞ പണിയുണ്ടല്ലോ മച്ചാനെ, ഞങ്ങള് വെടിപ്പാട് ചെയ്തിട്ടുണ്ട്. സന്തോഷം. ഇനി ആ പന്നിന്റെ ശല്യം ഉണ്ടാവില്ല. അത് മതി. ആ പന്നി പ്യാരി ഇനി ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂല. ഇനി നോക്കണം, നമ്മോട് ചോദിക്കണം. അവന്റെ പണി നമ്മൾ തീർത്തു കൊടുത്തു. നന്നായി. എന്ത് വെട്ടൊന്നും ചെയ്യരുത്. വെട്ടിയാ മച്ചാനെ, ഈ വെടികൊണ്ട മന്മഥന്റെ നിഘണ്ടുവില് ഈ പേടിപ്പിക്കലില്ല. ചെല്ലുക, അങ്ങനെ പണി തീർക്കുക, അത്രേ ഉള്ളൂ. അല്ല ഒന്നും ചെയ്തില്ലല്ലോ. അല്ല അവനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല വെടികൊണ്ട മന്മഥന്റെ പോളിസി അങ്ങനെയാണ് കേട്ടോ. മതി. ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. തന്നെ ഈ വെടികൊണ്ട മന്മഥൻ എന്ന് പറയുന്നത് എന്താ? മച്ചാനെ, 5 കൊല്ലം മുമ്പേ കോട്ടയം ടൗണിൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് വിജയകരമായി ഞങ്ങൾ പൂർത്തിയാക്കി വരുമ്പോ അന്നത്തെ സെബാസ്റ്റ്യൻ ഞങ്ങളെ പറയും നമ്മൾ 4 ഭാഗത്തെ പോയി. അപ്പോ സെബാസ്റ്റ്യൻ തോക്കെടുത്ത് ഒരൊറ്റ പെട്ടി ഈ വയറിന് കൊണ്ട് പുറത്തേക്ക് പോയി ഒരു പശു അങ്ങോട്ട് ചത്തു. പക്ഷേ മന്മേട്ട ഇതാ പുലി പോലെ നിൽക്കുന്നു. ഇതാണ് അണ്ണൻ ഞങ്ങളെ. പണ്ടിട്ടേ ഉണ്ണി എല്ലാം എടുത്തിട്ട് വാ. എടുക്കണം.
അച്ഛൻ ഏതാ കഴിക്കുന്ന? റമ്മാണോ, ബ്രാൻഡിയാണോ, വിസ്കിയാണോ? ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കില്ല? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ തുടങ്ങാണ്. വേണ്ട വേണ്ട. തുടങ്ങി നമ്മുടെ ബന്ധം ഒന്നുകൂടെ ശിഥിലമാക്കി അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ട് വേണം. ഇല്ല ഇല്ല, അത് ഇവിടെ വെച്ച് കഴിക്കാൻ പാടില്ല. എന്താ? ഇല്ല, ഇതെന്റെ വീടല്ലേ. അതുകൊണ്ട് ഈ ഭാര്യയും മക്കളും ഉണ്ട് അവിടെ നിന്ന്. അവർക്കുള്ള സാധനം വേറെ ഉണ്ട്, ലേഡീസിന് ഒക്കെ ഉണ്ട്. ഇല്ല, അത് ഇവിടെ ഇരുന്ന് കഴിക്കരുത്. പുറത്തെവിടെയും പോയിട്ട് കഴിച്ചാൽ നിങ്ങൾ പുറത്തു പോക്കോ കേട്ടോ. പുറത്ത് പോയിട്ട് കഴിച്ചോ. ഉണ്ണേ, ഇവിടുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്നാ പിന്നെ അവിടെ എവിടെയെങ്കിലും മാറി ഇരുന്ന് കഴിക്കാം. എവിടെ ഇരുന്ന് കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. പോടാ, പോയി വെള്ളം എടുത്തിട്ട് വരാൻ. അല്ലെങ്കിൽ വേണ്ട പ്രസാദേ, പോയി വെള്ളം എടുത്തിട്ടോ. വെള്ളമൊക്കെ ഞാൻ എടുക്കാം. വെള്ളം ഇവിടെ വിടാ. ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? അവൻ വെള്ളം എടുത്തിട്ട് വരും. അല്ല, അവിടെ ഭാര്യയും മോളൊക്കെ ഉണ്ട് അതിനകത്ത്. അതെ, വീട്ടിൽ കൊണ്ട മന്മഥനും പിള്ളേർക്കും സ്ത്രീകളോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് അറിയാൻ. പേടിക്കണ്ട, വിശ്വസിക്കാം. ഹലോ, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഞങ്ങൾ ബന്ധുക്കളാ, നമ്മൾ ഇനി അങ്ങോട്ട് കാണും. പേടിക്കണ്ട. അവിടെ നോക്കണ വെള്ളം എടുത്തോ. ഫ്രൂട്ട്സ് എടുക്ക. ആ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. ഫ്രൂട്ട്സ് ആ മീൻ തല എനിക്ക് വേണം. പിള്ള സാറേ, ഒരു ഗുണ്ടനെ ഒഴിവാക്കാൻ വേറൊരു ഗുണ്ടനെ വെക്കുക. എന്നിട്ട് ആ ഗുണ്ട വീട്ടിലെ വെറുതെ ആവുമ്പോ ആ ഗുണ്ടനെ ഒഴിവാക്കാൻ സ്റ്റേഷനിൽ വന്ന് പരാതി തരും. ആ പ്യാരി ഒഴിവാക്കാൻ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. അതെ, എന്നിട്ട് സാറ് കേട്ടില്ലല്ലോ. ഞാൻ ഉപദേശിക്കാന്ന് പറഞ്ഞല്ലേ. സാറിന്റെ ഉപദേശം കേൾക്കാതെ അങ്ങേര് വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പരാതി പറയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? ഞാൻ ഉപദേശിക്കാൻ പറഞ്ഞ അതിനൊരു സമയം തരണം. അതിനെ കാക്കാതെ വേറെ വല്ല റൗഡികളും കണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്കുക. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഏൽപ്പിച്ചത്. ഇപ്പൊ എന്തായി? ഇപ്പൊ അവൻ എന്താ ചെയ്യണേ? ഇപ്പൊ ഈ വെടികൊണ്ട മന്മഥൻ എന്ന് പറഞ്ഞ കക്ഷിയും പിന്നെ ഒരു 8-10 പേരുണ്ട്. അവരിപ്പോ വീട്ടിൽ കയറി പൊറുതി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അനുഭവിച്ചോ? സാറേ, ഭാര്യയും മോളും ഇപ്പോ ഭാര്യ വീട്ടിലാണ്. ഞാൻ ഒരു വാടക വീട് അന്വേഷിക്കേണ്ട ഗതികേടിലാണ്. കയ്യിലിരിപ്പുണ്ടല്ലേ സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് പിടിച്ചകത്തേണ്ടത്. താൻ എന്തിനാണോ ഈ കൊട്ടേഷൻ കൊടുത്തത്? കൊട്ടേഷൻ കൊടുക്കണ കുറ്റല്ലേ? പിന്നെ എന്തിനാണോ ഞങ്ങൾ ഈ യൂണിഫോം ഇട്ടുപിടിരിക്കണത്? സാറേ, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അയാളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാലോ? ഉപദേശിക്കണ്ട സാറേ, ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതിന് പറ്റിയ ആൾക്കാരല്ല അവര്. നമ്മൾ ഉപദേശിച്ച് പ്രശ്നം സോൾവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പരാതി ഇല്ലല്ലോ. പരാതി ഉണ്ടെങ്കിലല്ലേ കേസുള്ളൂ, അല്ലേ? ഹലോ, എസ് ഐ സുഗതൻ സാർ. സാർ, ഓക്കെ സാർ. സാർ, SP സാറെ വിളിച്ചത്. എല്ലാ ഗുണ്ടകളെയും എത്രയും പെട്ടെന്ന് പിടിച്ചകത്താക്കാൻ DGPയുടെ ഓർഡറാ. വേണം സാറേ, ഉറപ്പായിട്ടും വേണം. ഒരു 10-12 പേര് വേണമെങ്കിൽ ഞാൻ തരാം, വീട്ടിലുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആദ്യം ഇയാളുടെ വീട്ടിൽ തന്നെ ആവട്ടെ. എന്താടാ ഇത്? മരണവിടാ സീന്? ആർക്കൊരു സന്തോഷമില്ലല്ലോ, ഒരു എൻജോയ്മെന്റ് വേണ്ടാ. ദൂരെ കീഴെ കുതിച്ച് മാണിക്ക ചെമ്പഴുക്ക ഞാനൊന്നെടുത്തു വെച്ച് എന്റെ വെറ്റിലെത്താം. എന്താ ഉണ്ണീടാ? ശ്രുതി ചേരുന്നില്ല. അവൻ ചേരണ ശ്രുതി ചേർന്നിട്ട് അവനെ കൊല്ലും. അതല്ല പറഞ്ഞത്, പാടിന്റെ ശ്രുതി ചേരുന്നില്ല. ശ്രുതി ഇവനല്ലേ പണിയാനല്ലാതെ ടൂൾസ് എടുക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ പറ പേര് എന്താ? നീ വന്നെന്റെ ഉദ്ദേശം പറ, കാര്യം പറ. മന്മഥണ്ണ, ഞങ്ങൾക്ക് മടുത്തണ്ണ. ആ തെണ്ടിയുടെ കൂടെ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോ തൊട്ട് നിൽക്കുകയാണ് ഞാൻ, തല്ലാനും കൊല്ലാനും വെട്ടാനും. ഏത് തെണ്ടിയാടാ? ശീതളം തെണ്ടി. ഇപ്പൊ എനിക്കൊരു കാര്യം വന്നപ്പോ അയാൾ എന്നെ സഹായിക്കണില്ല.
എടാ ഈ ശീതൾ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവൻ ദേ പണ്ട് ഇതുമാതിരി ഇരുന്ന് ഇവനെ പോലെ ഇരുന്നിട്ട് എൻ്റെ കാലിങ്ങനെ തിരുമ്മി ഇരുന്നവനാ. ഒരു ദിവസം ഒരു കൊട്ടേഷൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ കഷ്ടകാലത്തിന് പനി വന്നു. അന്ന് ഞാൻ ആ കൊട്ടേഷൻ അവനെ ഏൽപ്പിച്ച് അവൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം മുതൽ അവൻ മെയിൻ മേസ്തിരിയായി. ചതിക്കും. ഞങ്ങള് 4 പേരും ഇനി അണ്ണന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. എനിക്കളെ വേണം. നിങ്ങൾ മരിച്ചു കളയരുത്, എനിക്ക് നിങ്ങളെ വേണം. രണ്ടുപേര് പിറകെ പോയി നിൽക്ക്. ബാക്കിയുള്ള 2 കൂടെ വാ. മഞ്ഞു വീണതറിഞ്ഞില്ല, നിങ്ങളാരും ഇരിക്കണ്ട, അവിടെ ഇരിക്കും. പോലീസ് മച്ചാൻ ഇവിടെ ഇരിക്കും. പോലീസിനാടാ ഭീകരജീവിയൊന്നും അല്ലല്ലോ, അത് കാക്കിത്തുണി എടുത്തൊരു മനുഷ്യൻ. ഇത് നീലത്തുണി, അത് കാക്കത്തുണി. മച്ചാനെ ഞാൻ ഡീൽ ചെയ്യും. അതാണ് മച്ചാനെ. ഹലോ മച്ചാനെ, നൈസ് ടു മീറ്റ് യു. ഇരുന്നാ 2 അടിക്കാം. കണ്ടവന്റെ വീട്ടുകാരനാ തോന്നിയാസം. എല്ലാരും പിടിച്ച് വണ്ടി കയറ്റണം. ഞാന് എത്തിക്കോളാം. ഒരാൾ ആ റൂമിലിരിക്കുന്നുണ്ട്. തുറക്കണില്ല, വാതിൽ തുറക്കണില്ല സാർ. അതാരാന്നറിയണ്ട, ചവിട്ടി പൊളിക്ക്. ആരാണ് അതിനകത്ത്? വാതിൽ പറഞ്ഞേ. വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വാതിൽ തുറക്കണേ. സാർ, ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ മുന്നാണ്. വെടികൊണ്ട മന്മഥൻ ഫാൻസ് അസോസിയേഷനിലെ ഒരു ലോക്കൽ സെക്രട്ടറി ആണ്. ഗൈസ്, നമ്മളിപ്പോ വളരെ ഡാർക്ക് സീനിലൂടെയാണ് ഗൈസ് കടന്നു പോകുന്നത്. നമ്മളെ മന്മഥൻ മച്ചാനെയും പ്യാരി മച്ചാനെയും ഉണ്ണി മച്ചാനെയും പോലീസ് പൊക്കി ഗൈസ്. ഗൈസ്, ഈ നാട്ടിൽ എന്താ നീതി നിയമൊന്നും ഇല്ലേ? ഈ നാടെന്താ ഗൈസ് ഇങ്ങനെ? നാടയാളി പോലീസ് സ്റ്റേഷനിലെ സുഗതനോട് ഞാൻ പറയുന്നേ, നിങ്ങൾ SI ആയാലും ശരി, DGP ആയാലും ശരി, നിങ്ങളെ പൊരേ കയറി പിള്ളേർ പണിഞ്ഞിരിക്കും. പണിയെന്ന് പറഞ്ഞാൽ പണിയും. നിങ്ങൾ കുറിച്ചു വെച്ചോ ഗൈസ്. നമുക്ക് നമ്മുടെ പവർ കാണിച്ചു കൊടുക്കാൻ ഗൈസ്. കത്തിക്കുന്നവരെ കത്തിക്കും. പവർ കളയിലോ ചങ്ങായി. എന്നാലും രാഘവട്ട അവൾ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുന്നു ഞാൻ കരുതിയില്ല. വിഷമിക്കാനൊന്നുമില്ല.
എൻ്റെ അമ്മിണി പോയതിൽ കഷ്ടമുണ്ട് ഇത്. ഏതമ്മണി? എൻ്റെ അമ്മിണി പൂച്ച എത്ര നന്നായിട്ട് ഞാൻ വളർത്തിയാന്നുള്ളു, ആരോഗ്യത്തോടെ വളർന്ന. അതുപോലെയാണത്. എന്താ അനുസരണമുള്ളതെന്നറിയാം. ഞാൻ അങ്ങടും ഇങ്ങടും പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അടുത്തുള്ളവരൊന്നും ഒരു പരാതി ഇന്ന് വരെ അവളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ദൈവം എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തിനാണ് നിങ്ങളിപ്പോ ദൈവത്തിനെ പറയണത്? രാഘവേട്ടന് അറിയാവാ, അതിനെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ് വേണ്ട വേണ്ടെന്ന്. അപ്പൊ മേടിച്ചാലേ പറ്റുള്ളൂ. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇത്തിരി പോകുന്ന കമ്മല്, അതുകൊണ്ട് പണയം വെച്ചിട്ടാണ് മേടിച്ചത്. പക്ഷെ ഇത്ര പെട്ടെന്ന് സൂര്യാഘാതം വന്നിട്ട് എന്റെ മോള് മരിക്കുന്ന ഞാൻ കരുതിയ. അതിന്റെ പാല് കറന്ന് വിൽക്കണം, എന്തൊക്കെ സ്വപ്നം കാണാൻ. സാരില്ലാന്ന്, സാരില്ല. ഞാൻ ഐശ്വര്യത്തോടെ വളർത്തിയല്ലേ ഒരു തത്തേന. എത്ര നന്നായിട്ട് ചിലപ്പോൾ ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞ തത്തേരും. അവസാനം പറഞ്ഞുപോയില്ലേ. എന്റെ രാഘവേട്ട പ്രാന്ത് പിടിപ്പിക്കാതിരിക്കെ. ഈ തത്തനെയും പൂച്ചയുടെ പോലെയാണത്. ഇത് മനുഷ്യന് ഉപകാരമുള്ള ഒരു ജീവിയല്ലേ. രാഘവേട്ടൻ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? തത്തയുടെ പൂച്ചയുടെ കഥ പറയാനാണോ? ആ പലിശക്കാരി ശീതളിനോട് പറയാൻ വല്ല മറുപടി ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ പശുവും തത്തയും പൂച്ചയാണ് വലുത്. ഹലോ, ഞാനൊരു സുഗതൻ്റെ വീട്ടിലായില്ലേ. സുഗതൻ്റെ പശു സൂര്യാഘാതമായിട്ട് ചത്തുപോയി. ആ അതെ, നീ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ, നല്ല ചൂടാണ്. അകത്തന്നെ ഇരുന്നോ, ഫാൻ ഇട്ടിട്ടിരുന്നോ കേട്ടോ. അതോടെ ഇറങ്ങണ്ട. രാഘവട്ടം കൊടയൊന്നും എടുത്തില്ലേ? ഏടുന്ന് ഞാൻ കേട്ട പാതിങ്ങനെ ഓടിയല്ലേ. തണലത്ത് കൂടെ പോയാൽ മതി കേട്ടോ. കേട്ടോ. നമ്മൾ കടം മേടിച്ച് പശുവിനെ മേടിച്ച കാര്യമൊക്കെ നീ എന്തായിട്ട് നാട്ടുകാരോട് പറയണേ? നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഓർമ്മയുണ്ടാവട്ടെ എന്നോർത്താണ്. എടിയിപ്പോ ആ പശു പ്രസവിച്ചിട്ട് അതിന്റെ പാല് കറന്നിട്ട് 4 ആൾക്ക് വിറ്റ് വരുമാനം കിട്ടുകയാണെങ്കിൽ നീ ഇത് പറയോ? അതിന്റെ മുമ്പ് ചത്തോണ്ടല്ലേ ഇപ്പൊ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്? ആ പാളോ, ശീതളം വരുമ്പോ നിങ്ങൾ തന്നെ ഈ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞോ. ഇവിടെ മനുഷ്യന്റെ മനസ്സിൽ ആദ്യമാണ് കഥ. വാങ്ങിയ മുതൽ പ്രാക്കാണ്, പിന്നെ ചാവാണ്ടിരിക്കും. എന്നാലും എന്റെ സൂര്യ, കൂടപ്പറപ്പിനെ പോലെ നിന്നെ കണ്ടതല്ലടാ ഞാൻ. ഒരു തുള്ളി വെള്ളം കിണ്ടി നിനക്കെറിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തുള്ളി വായിലൊക്കെ ഞാൻ വെക്കുന്നത്. ചതിച്ചല്ലോടാ സൂര്യ. എനക്ക് ഇരുട്ട മതി എനക്ക്. സൂര്യൻ വേണ്ട സുഖട്ട. ഈ കൈ കൊണ്ട് ആ പൈനെ കറക്കണ്ടവനാ ഒരു പൊടി മണ്ണ് ഭാര്യയായിട്ട് മേക്കിട്ടത്. സങ്കടമുണ്ട്, നല്ലോണം സങ്കടമുണ്ട്. കൊന്നതാ. ആര്? അതിഥി തൊഴിലാളികളെ കറവക്കാര്. എന്തിന്? ആ പൈപ്പ് ഏറ്റ് കഴിഞ്ഞാലേ കറക്കാൻ വേണ്ടി സുഖതട്ടൻ എന്നേലും വിളിക്കൂലോ. അതെ. ആ അത് അവരറിഞ്ഞുകൊണ്ട് ക്ഷുത്രം ചെയ്ത് കൊന്നു കഴിഞ്ഞത്. അതൊന്നും അല്ല ഉണ്ണിയെ, ഞാൻ എന്നും അതിനെ തൊഴുത്തിലാ കെട്ടാറ്. ഇന്നിപ്പോ പോകുമ്പോ രാവിലെ ആ കിഴക്ക ഭാഗത്ത് കുറെ പുല്ല് കിളിർത്തിക്കണ കണ്ടപ്പോ ഞാൻ അതിനെ അവിടെ കെട്ടിയിട്ട് പിണ്ണാക്ക് മേടിക്കാൻ പോയി. പിണ്ണാക്ക് മേടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കടിച്ചിട്ട് കയ്യും കാലും വിറകലിച്ച് സൂര്യാഘാതം ഏറ്റിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കും. എന്ന് ഞാ ആ ഗേറ്റിലേ പോകുമ്പോ അതന്നെ വാ ഓരോ വിളിയിട്ട് കണക്കുള്ളതാണ്. കേട്ടാ, കഷ്ടകാലല്ല, എന്താ പറയാ. ഒന്നും ചിന്തിക്കണ്ട. എന്റെ വീട്ടിന് തൊട്ടപ്പുറം മാതമാഷ പയ്യങ്ങനെ ചത്തത്. പക്ഷെ അവർക്ക് പ്രശ്നമില്ല, അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഡബിള് പൈസ ഇൻഷുറൻസ് ഉണ്ടാ.
കുന്തമുണ്ട് കുന്തോ? ഇൻഷുറൻസ്. എന്തിനാ? ഇവിടെ അതിനെ കൊണ്ടുണ്ടായ കട എങ്ങനെ മാറ്റൂന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ഇൻഷുറൻസ്. കടത്തിന്റെ കാര്യം പറയരുത് പറഞ്ഞിട്ടില്ല. പിന്നെ പലിശക്കാര് ചെയ്തോളം വരുമ്പോ നിങ്ങൾ എന്താണെന്ന് പറയാൻ പോണത്? ഒരു മരണം നടന്ന വീടായത്. ഉണ്ടരുത്. റൊക്കൊരു 5000 രൂപ കൈമ തരട്ടെ. എന്തിന്? രാത്രി ഞാൻ വരും ഒരു വണ്ടി 3-4 ആളുമായിട്ട്. അതിനെ കുഴിച്ചെടുത്ത് മാന്തി എടുത്ത് ഞാൻ കൊണ്ടുപോകും. മണ്ണ് അതുപോലെ ആക്കി വെക്കും. എന്തിന് ഈ ചത്ത പശുവിന്? 1-2 ഇറച്ചിക്കടക്കാരനൊക്കെ പരിചയമുണ്ട്. ഞാനിങ്ങനെ കുറച്ച് കൊടുക്കും. അവരെ ഡബിൾ പൈസ തരും. നിങ്ങൾക്ക് മോശം ഉണ്ടാവില്ല, എനിക്ക് മോശം ഉണ്ടാവില്ല. അത് പിന്നെ അല്ല എല്ലാം പശു ചത്ത പശുവിന് വിറ്റിട്ടുള്ള കാശൊന്നും സുഖതന വേണ്ട. അല്ല എല്ലാം ചത്ത പശുവിനെ നാട്ടുകാരെ തീറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം നീ. എല്ലാം ചത്ത് കൊണ്ടിട്ടാണല്ലോ തീറ്റിക്കുന്നത്. ഇറങ്ങിപ്പോടാ. എല്ലാ പശുവും ചത്തിട്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കും. കണ്ടാലറിയാം. 100-400 ഉറുപ്പ കൊടുത്ത സാധനം. പശുക്കളെ വേണ്ടോ, മനുഷ്യനെ വേണ്ട ഉണ്ണിക്ക്. അതിന് പ്രാന്താന്നാട്ട തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പഠിച്ച മനുഷ്യന്മാര്. എങ്ങനെ ജീവിക്കണേ? ചത്ത പശുവിന് വിറ്റിട്ട് കാശുണ്ടാക്കേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ജീവിക്കണേന്ന് പറഞ്ഞാണ്. എങ്ങനെ ജീവിക്കണേ? നീ ഒരു മനുഷ്യശ്രീയാണ്. ചത്തു കുഴിച്ചിട്ട പശുവിനെ അതിന് മാന്തി എടുത്തിട്ട് വീണ്ടും ജനങ്ങളെ കൊണ്ട് തീറ്റിക്കേ? നിങ്ങളോട് ഞാനത് തീറ്റിക്കാൻ പറഞ്ഞു. പിന്നെ എങ്ങനെ കാശുണ്ടാക്കുന്ന കാര്യം നീ പറഞ്ഞു? ഇവിടെ നിങ്ങൾ ആ മനുഷ്യൻ കാണിക്കണതിന്റെ പകുതി ബുദ്ധി കാണിച്ചാൽ മതിയായിരുന്നല്ല. ഇവിടെ കിടന്ന് തുള്ളണ്. അതെ, ഈ തുള്ളൽ നിർത്തിയിട്ട് ഒരു കാര്യം പറയാമോ? എന്താ? ആ ശീതളം വരുമ്പോ നിങ്ങൾ എന്താണ് പറയാൻ പോണ? എന്താണ് പറയാൻ പോണേന്ന്? കരഞ്ഞോണ്ടിരുന്നാ മതി. ഹലോ, അതെ, എന്താ മെമ്പറേ? ആ മെമ്പറേ, അതിന്ന് ഇല്ല ഇൻഷുറൊന്നും ഇല്ല. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. കട ഉണ്ടെന്ന് പറ. കട അതെ, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാം. ശരി മെമ്പറേ. എന്താണ്? മെമ്പർ സത്യശീലനെ വിളിച്ചത്. എന്താണ്? ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ടിട്ട് ചത്തുപോണ കന്നുകാലികൾക്ക് ധനസഹായം കിട്ടുമെന്ന്. പൈസ കിട്ടുമെന്നാ? ആ. പിന്നെന്താണ് ഇവിടെ കുത്തിയിരിക്കണം? പോയി മേടിച്ചോണ്ട് വാ.